بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. മഹാന്മാർ വഫാത്തായി കഴിയുമ്പോൾ അവരുടെ സ്നേഹിതന്മാരും മറ്റും കാണുന്ന അവരെ സംബന്ധിച്ചുള്ള സ്വപ്ന സന്തോഷ വർത്തമാനങ്ങളാണ് ഇമാം ഗസാലി ഇഹ്യായിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഖാല അബൂ സഈദിൻ അശ്ശഹാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റഅയ്തു സഹലുസ്സഉലൂക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ കണ്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ. ഫഖുൽതു ഞാൻ ചോദിച്ചു, അയ്യുഹ ഷെയ്ഖ്, ഞാൻ വിളിച്ചു. അത് അദ്ദേഹം പറഞ്ഞു, ദഅത ഷെയ്ഖ് എന്നൊന്നും വിളിക്കണ്ട, അത് വിട്, ആ സമയം കഴിഞ്ഞു. ഖുൽതു തിൽക്കൽ അഹ്വാലില്ലത്തി ഷാഹത്തുഹ, താങ്കൾ ഷെയ്ഖാണെന്നുള്ളതിനെ അറിയുന്നതിനുള്ള ഒരുപാട് അടയാളങ്ങൾ, പല അവസ്ഥകളും ഞാൻ താങ്കളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഷെയ്ഖ് എന്ന് വിളിച്ചത്. ആ അവസ്ഥകളൊക്കെ എവിടെ പോയി? വഖാല, അദ്ദേഹം പറഞ്ഞു, ലം തുഗ്നി അന്ന, നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ചെയ്തില്ല, ഷെയ്ഖായിട്ടൊക്കെ നടന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. വഖുൽതു ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, താങ്കളോട് അള്ളാഹു എന്ത് ചെയ്തു? ഖാല ഗഫറ ലി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു, ബി മസായില, കുറെ നിയമ മസ്അലകൾ പഠിപ്പിച്ചത് കാരണമായി. കാന യസ്അലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. അൽ ഉജുസു, സാധാരണക്കാരായ അവാബുന്നാസ് ചോദിച്ച കുറെ മസ്അലകൾ, അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങളായിരിക്കും. വലിയ വലിയ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ തള്ളപ്പെടും, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വഖാല അബൂബക്കറിൻ റഷീദി റഹ്മഹുല്ലാഹ്, റഅയ്തു മുഹമ്മദിൻ തൂസി, അബൂബക്കർ റഷീദി പറയാണ്, മുഹമ്മദ് തൂസിയെ കണ്ടു, അൽ മുഅല്ലിം, പിന്നെ സ്വപ്നത്തിൽ. വഖാല ലി, അദ്ദേഹം എന്നോട് പറഞ്ഞു, കുല്ലി അബി സഈദിൻ സഫാരി അൽ മുഅദ്ദിബി, അബൂ സഈദിൻ സഫാർ അൽ മുഅദ്ദിബ് എന്ന് പറയുന്ന പണ്ഡിതൻ, മഹാൻ, അദ്ദേഹത്തിനോട് താങ്കൾ പറയണം. എന്ത് പറയണം? കുന്നാ അലാ അല്ലാ നഹൂല അനിൽ ഹവാ ഫഖദ് വഹയാത്തിൽ ഹുബ്ബി ഹിൽതും വമാ ഹിൽനാ. ഫകുന്ന, ഞങ്ങളായിരുന്നു, അലാ അല്ലാ നഹൂല, ഞങ്ങൾ മറയിടുകയില്ല എന്ന സത്യത്തിന്മേലായിരുന്നു, അനിൽ ഹവാ, സ്നേഹത്തിനെ തൊട്ട് മറയിടുകയില്ല, ഞങ്ങൾ ഒരിക്കലും പിണങ്ങുകയില്ല, ഞങ്ങളുടെ മറ വരികയില്ല എന്നൊരു കരാറിലായിരുന്നു ഞങ്ങൾ. എന്നാൽ ഫഖദ് വഹയാത്തിൽ ഹുബ്ബി, സ്നേഹത്തിന്റെ ജീവൻ, അത് അള്ളാഹുവാണ്, അള്ളാഹുവിനെ തന്നെ സത്യം. ഹിൽത്തും, നിങ്ങൾ മറയിട്ടു, ഒമാ ഹിൽന, നമ്മൾ മറയിട്ടില്ല എന്ന് പറഞ്ഞേക്കണോ ഈ പദ്യം. കാല, ഈ അബൂബക്കർ റഷീദ് പറയാണ്, ഫന്തബഹത്തു, ഞാൻ ഉണർന്നു, ഫദക്കർതു താലിക്കലഹു, ഞാൻ അത് മുഹമ്മദ് തൂസിയോട് പറഞ്ഞു. ഫക്കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുന്തു അസൂറു ഖബറഹു, ഞാൻ അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിക്കുമായിരുന്നു, കുല്ല ജുമുഅത്തിന്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും. പല മസുറുഹു ഹാദിഹിൽ ജുമുഅത്ത, ഈ ജുമുഅക്ക് എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല, അതാണ് ആ മറയാകാൻ കാരണം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. വക്കാൽ ഇബ്നുർ റാഷിദ് എന്ന് പറയുന്ന മഹാൻ പറയാണ്, റഅയ്തു ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹ്, അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ ഫിന്നോമി, സ്വപ്നത്തിൽ കണ്ടു, ബഅദ മൗതി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അലൈസ ഖദ് മുത്ത, താങ്കൾ മരിച്ചില്ലേ? ഖാല, അദ്ദേഹം പറഞ്ഞു, ബല, മരിച്ചതാണ്. ഖുൽതു ഫമാ സനഅല്ലാഹു ബിക, താങ്കളോട് അല്ലാഹു എന്ത് ചെയ്തു? ഖാല ഗഫറ ലി, എനിക്ക് അല്ലാഹു പുറത്തു തന്നു, മഗ്ഫിറത്തുൻ, മഗ്ഫിറത്ത്, അഹാതത് ബികുല്ലി ദംബിൻ, എല്ലാ പാപത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന, വലയം ചെയ്ത് നിൽക്കുന്ന മഗ്ഫിറത്ത് എനിക്ക് അള്ളാഹു നൽകി. ഖുൽതു, ഞാൻ ചോദിച്ചു, ഫ സുഫിയാൻ സൗരി, താങ്കളുടെ കൂട്ടുകാരനൊക്കെ ആയിരുന്നല്ലോ സുഫിയാൻ സൗരി, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഖാല ബഖിൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സബാഷ് എന്ന് പറയുന്ന പോലെയാണ്, വല്ലാത്ത അവസ്ഥയാണ് സുഫിയാൻ സൗരിക്ക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഅല്ലദീന അൻഅംത
അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ. വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിൽ പറഞ്ഞ ആ വിഭാഗത്തിനോടൊപ്പമാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത നബിമാര് സിദ്ദീഖുകൾ ആ വിഭാഗത്തിൽ ആണ്. വഖാല റബീഉ ഇബ്നു സുലൈമാൻ, റബീഉ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാ പറയാണ്, റഅയ്തു ശാഫിഇയ്യ റഹിമഹുല്ലാ, മൻ ശാഫി റളിയല്ലാഹു അൻഹു ബഅദ വഫാത്തി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഞാൻ കണ്ടു, ഫിൽ മനാമി. ഫഖുൽതു യാ അബാ അബ്ദില്ലാ മാ സനഅല്ലാഹു ബിക, താങ്കളോട് അല്ലാഹ് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, അജ്ലസനി, എന്നെ യജമാനൻ ഇരുത്തി, അലാ കുർസിയ്യിൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിന്റെ കസേരയിൽ ഇരുത്തി. വനസറ അലയ്യ, എൻ്റെ മേൽ പടച്ചതമ്പുരാൻ വിതറി, അല്ലുഅ്ലു അർ-റത്ബ, നല്ല പച്ചയായ മുത്തിനെ, പച്ച എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടലിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ, ആ സീസൺ മുത്തുകളെ എൻ്റെ മേൽ അള്ളാഹു തആല വിതറി. അൽഹംദുലില്ലാഹ്, മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. വറആ റജുലുൻ മിൻ അസ്ഹാബിൽ ഹസനിൽ ബസരി, ഹസൻ ബസരിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ കണ്ടു, ലൈലത്ത മാത്ത, അദ്ദേഹം മരണപ്പെട്ട ദിവസം, മാത്തൽ ഹസനു, ഹസൻ ബസരി മരണപ്പെട്ട ദിവസം. എന്താ കണ്ടത് സ്വപ്നത്തില്? കാന്ന മുനാദിയൻ യുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് പോലെ, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിം വആല ഇമ്രാന അലൽ ആലമീൻ. ആല ഇബ്രാന്റെ ആയത്താണല്ലോ. നിശ്ചയം അല്ലാഹു തആല അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു ആദമിനെയും നൂഹിനെയും അലൈഹി വസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കുടുംബത്തിനെയും ഇമ്രാൻ എന്നവരുടെ കുടുംബത്തിനെയും മുഴുവൻ ജനങ്ങളെക്കാൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് ബാക്കിയെ വിളിച്ചു പറയുന്ന ആൾ പറഞ്ഞു, വസ്തഫൽ ഹസൻ അൽ ബസരിയ, ഹസൻ ബസരി അള്ളാഹു തെരഞ്ഞെടുത്തു, അലാ അഹ്ലി സമാനിഹി, അദ്ദേഹത്തിന്റെ കാലക്കാരായ താബികളെക്കാൾ. അള്ളാഹു അദ്ദേഹത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വഖാല അബൂ യഅ്ഖൂബ് അൽ ഖാരി, അബൂ യഅ്ഖൂബ് അൽ ഖാരി റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദഖീഖി, റഅയ്തു ഫി മനാമി, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു, റജുലൻ ആദമ, ഒരു തവിട്ട് കളറുള്ള ഒരു മനുഷ്യനെ, ശിവാലൻ നീളമുള്ള, അന്നാസു യത്തബിഊനഹു, ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പുറകെ പോവാണ്. ഞാൻ ചോദിച്ചു, ഫഖുൽതു മൻ ഹാദാ, ഇതാരാണ്? ഖാലു, അവർ പറഞ്ഞു, ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ്, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഫഅതൈതു, ഞാൻ മഹാനായ ഉവൈസുൽ ഖർനിയുടെ അടുക്കൽ ചെന്നു, ഖൈറുത് താബിഈൻ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഔസിനി റഹിമക്കല്ലാഹ്, അല്ലാഹ് താങ്കൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ, എനിക്ക് വസിയത്ത് ചെയ്തതാണ്. ഫഖലഹ ഫീ വജ്ഹി, എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു, ഒരു വെറുപ്പ് പോലെ. ഫഖൂൽത്തപ്പോൾ ഞാൻ പറഞ്ഞു, മുസ്തർഷിദുൻ, നന്മ തേടുന്ന ഒരാളാണ്. അത് അന മുസ്തർഷിദുൻ, ഞാനൊരു നന്മ തേടുന്ന ആളാണ്. ഫാർഷിദിനി, എനിക്ക് അങ്ങ് നന്മ ഉപദേശിച്ചതാ. അർഷദക്കല്ലാ, താങ്കളെ അള്ളാഹു സന്മാർഗത്തിലാക്കട്ടെ, എനിക്ക് താങ്കൾ സന്മാർഗം ഉപദേശിച്ചതാ, ഞാൻ സന്മാർഗം തേടി വരികയാണ്. അപ്പൊ അക്ബല അലി, അദ്ദേഹം എൻ്റെ മേൽ മുന്നിട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത്തബിഉ റഹ്മത്ത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യം നീ പിൻപറ്റി, എന്റെ മഹബത്തിഹി, അവനെ സ്നേഹിക്കുന്ന അവസരത്തിൽ അവന്റെ കാരുണ്യം വരും, അതിനെ നീ പിൻപറ്റി. വഹദർ നിഖ്മതഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ നീ ഭയപ്പെടണം, എന്റെ മഅസിയത്തി, അവനോട് എതിര് ചെയ്യുന്ന അവസരത്തിൽ. വലാ തഖ്ത, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലാ തഖ്ത റജാഅക, നിന്റെ പ്രതീക്ഷ നീ മുറിച്ചു കളയരുത്, മിൻഹു, അള്ളാഹുവിൽ നിന്നും. ഈ ഹിലാലി നൽകി, ഇതിന്റെ ഇടയിൽ അള്ളാഹുവിനോടുള്ള നിന്റെ പ്രതീക്ഷയെ നീ മുറിച്ചു കളയരുത്. സുമ്മ, പിന്നീട് വല്ലാ തറക്കനി, അദ്ദേഹം അവിടെ നിന്ന് പിന്തിരിഞ്ഞു, എന്നെ ഉപേക്ഷിച്ചു, അദ്ദേഹം പിന്തിരിഞ്ഞു പോയി. വഖാല അബൂബക്കർ ബിൻ അബി മറിയം റഹ്മഹുല്ലാഹ്, അബൂബക്കർ ബിൻ അബി മറിയം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റഅയ്തു വർഖാ ഇബ്നു ബിശ്ർ അൽ ഖദ്റമി, വർഖാ ഇബ്നു ബിശ്ർ അൽ ഖദ്റമിയെ ഞാൻ കണ്ടു സ്വപ്നത്തിൽ. ഫഖുൽതു മാ ഫഅൽത യാ വർഖാ, നീ എന്ത് ചെയ്തു വർഖാ, അവസ്ഥ എന്തായിരുന്നു എന്നർത്ഥം. ഖാല നജൗതു മഅ കുല്ലി ജുഹുദിൻ, എല്ലാ ജുഹുദോടും, ബഅദ കുല്ലി ജുഹുദിൻ, എല്ലാവിധ കഷ്ടപ്പാടിന് ശേഷം ഞാൻ രക്ഷപ്പെട്ടു. അഥവാ എന്നെ വല്ലാതെ അല്ലാഹു തആല ഹിസാബ് ചെയ്തു, വല്ലാതെ കഷ്ടപ്പാടായിപ്പോയി. ഞാൻ ചോദിച്ചു, ഫഅയ്യുൽ അഅമാലി വജത്തുമുഹ അഫ്ളല, നിങ്ങൾ ഏത് അമലിനാണ് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അൽ ബുക്കാഉ മിൻ ഖശിയത്തില്ല, യജമാനനെ ഭയപ്പെട്ട് കരയല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖാല യസീദ് ഇബ്നു നുആമ, ഹലക്കത്ത് ജാരിയത്തുൻ, ഒരു കുട്ടി, പെൺകുട്ടി മരണപ്പെട്ടു പോയി, ഫി താഊനി അൽ ജാരിഫി, പിന്നെ പ്ലേഗ് രോഗത്തിൽ, താഊൻ അതിന്റെ ബദലായിട്ടാണ് അൽ ജാരിഫ്. താഊൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് പ്ലേഗാണ്, പ്ലേഗ് വന്ന് മരിച്ചു. അപ്പൊ ഫറആഹ അബൂഹ, അദ്ദേഹത്തിന്റെ പിതാവ് അവരെ കണ്ടു, അല്ല ആ കുട്ടിയുടെ പിതാവ് ആ കുട്ടിയെ കണ്ടു, ജാരിയത്തിനെ കണ്ടു, ഫിൽ മനാമി. ഫഖാല ലഹ, അവളോട് ചോദിച്ചു പിതാവ്, യാ ബുനിയത്ത, യാ ബുനയ്യ, കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ, യാ ബുനയ്യത്ത,
അഖ്ബിർനി എനിക്ക് നീ അഖ്ബിരീനി എനിക്ക് നീ പറഞ്ഞതാ അനിൽ ആഖിറ പരലോകത്തിനെ കുറിച്ച്. കാലത്ത് ആ സ്ത്രീ കുട്ടി പറഞ്ഞു, യാവത്തി എൻ്റെ പിതാവേ, കദിന്ന അല അംറിൻ അദീം, അംറുൻ അദീമിന്റെ മേൽ നമ്മൾ മുന്നിട്ടു. വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ എന്നർത്ഥം. നഅലമു വലാ നഅമലു, നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ വലാ നഅമലു, അമൽ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അമലിന്റെ ലോകം അല്ലല്ലോ അത്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അമലു, നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലാത്ത അമലം, നിങ്ങളൊന്നും അറിയുന്നില്ല, നിങ്ങൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് അമൽ ചെയ്തുകൊണ്ടേയിരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വല്ലാഹി, അള്ളാഹിനെ തന്നെ സത്യം, തസ്ബീഹത്തുന്നോ തസ്ബീഹത്താന്, ഒന്നോ രണ്ടോ തസ്ബീഹ്, ഔ റക്അത്തുന്നോ റക്അത്താന്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ റക്അത്ത് നമസ്കാരം, ഫീ ഫുസ്ഹത്തി അമലിൻ, അമലിന്റെ മൈതാനിൽ ഇത്രയും ചെയ്യല്, അഹബ്ബുലി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ, മിന ദുനിയ വമാ ഫിഹ, അതിന്റെ വില മനസ്സിലാകുന്ന അവിടെ പോകുമ്പോഴാണ്. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വക്കാല ബഅ്ദു അസ്ഹാബി ഉത്ബത്തുൽ ഗുലാം, ഉത്ബത്തുൽ ഗുലാം എന്ന മഹാന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആരോ പറയാണ്, റഅയ്തു ഉത്ബത ഫിൽ മനാം, സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. ഫഖുൽതു മാ സനഅ അല്ലാഹു ബിക, എന്താ അള്ളാഹു താങ്കളോട് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ദഖൽതുൽ ജന്നത, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ബിത്തിൽക ദഅവത്തുൽ മക്തൂബത്തി ഫീ ബൈതിക, നിന്റെ വീടിന്റെ ഭിത്തിയിൽ, വീട്ടിൽ എഴുതപ്പെട്ട ഒരു ദുആ കൊണ്ട് ഞാൻ വിജയിച്ചു. ഞാൻ ആ ദുആ ചൊല്ലാറുണ്ട്, അതിപ്പോ നിന്റെ വീടിന്റെ ഭിത്തിയിൽ കാണും, നിനക്ക് കാണാമെന്നർത്ഥം. അദ്ദേഹം പറയാണ്, ഫലമ്മ അസ്ബഹത്ത്, നേരം വെളുത്തപ്പോ, ജീത്തു ഇലാ ബൈത്തി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അദ്ദേഹം കിടന്നുറങ്ങിയത് ഒരു പക്ഷേ പള്ളിയിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വൈദ്യൻ അന്തരം കാണാം, ഖത്തു ഉത്ബത്തുൽ ഗുലാം, ഉത്ബത്തുൽ ഗുലാമിന്റെ ഒരു എഴുത്ത് കാണാം, ഈ ഹായത്തുൽ ബൈത്ത്, വീടിന്റെ ഭിത്തിയിൽ. യാ ഹാദിയൽ മുദല്ലീൻ വയാ റാഹിമൽ മുദ്നിബീൻ വയാ മുഖീല അസറാത്തുൽ ആസിരീൻ ഇർഹം അബ്ദക ദൽ ഖതർ അൽ അദീം വൽ മുസ്ലിമീന കുല്ലിഹിം അജ്മഈൻ വജഅൽനാ മഅൽ അഹ്യാഇ അൽ മർസൂഖീൻ അല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാതെ പഠിച്ച് ചൊല്ലുക, എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ മഹാൻ ഈ ദുആ കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ് പറഞ്ഞു. യാ ഹാദിയൽ മുദല്ലീൻ, വഴിതെറ്റിപ്പോയവനക്ക് ഹിദായത്തിലാക്കുന്നവനെ. യാ റാഹിമൽ മുദ്നിബീൻ, പാപികളോട് കരുണ ചെയ്യുന്നവനെ. യാ മുഖീല അസറാത്തുൽ ആസിരീൻ, വ്യതിചലിച്ചു പോയവരുടെ ആ വ്യതിചലനത്തിനെ മാപ്പാക്കുന്നവനെ. ഇർഹം അബ്ദക ദൽ ഖതർ, അപകടത്തിൽപ്പെട്ട ഈ അടിമയെ, നിന്റെ അടിമയോട് നീ കരുണ കാണിക്കും. വല്ലാത്ത അപകടം, അൽ അദീം വൽ മുസ്ലിമീന കുല്ലിഹിം അജ്മഈൻ, മുഴുവൻ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കും. വജഅൽനാ, നീ ഞങ്ങളെ ആക്കണം, മഅൽ അഹ്യാഇൽ മർസൂഖീൻ, റിസ്ക് നൽകപ്പെടുന്ന അഹ്യായിനോടൊപ്പം ആക്കണം, ജീവിച്ചിരിക്കുന്നവരോടൊപ്പം. അല്ലദീന അൻഅംത അലൈഹിം, നീ അവരുടെ മേൽ അനുഗ്രഹം ചെയ്തവരാരാ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ദുആ നമ്മൾ പതിവാക്കുക. യാ ഹാദിയൽ മുദല്ലീൻ വയാ റാഹിമൽ മുദ്നിബീൻ വയാ മുഖീല അസറാത്തുൽ ആസിരീൻ ഇർഹം അബ്ദകൽ ഖതർ അൽ അദീം വൽ മുസ്ലിമീന കുല്ലിഹിം അജ്മഈൻ വജഅൽനാ മഅൽ അഹ്യാഇൽ മർസൂഖീൻ അല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലും, ഇന്നു മുതൽ നിങ്ങളും ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ.